ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അഫീനെ സ്കൂൾ ബസ് കയറ്റി വിട്ട് വന്നതിന് ശേഷം ഞാനും നിധിക്കുട്ടിയും കൂടെ ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. ഞാനൊരു ചൂലെടുക്കുമ്പോൾ അവൾ മറ്റേ ചൂലും കൊണ്ട് വരും. എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഉമ്മച്ചി ആഷിക്കും കൂട്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൾ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടൊന്ന് വാശി പിടിച്ച് പിന്നെ ഒരു മിഠായിയൊക്കെ കൊടുത്ത് ഒതുക്കി. അപ്പോൾ എനിക്ക് കുറച്ച് തരുമോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തരില്ല, എൻ്റെയാന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് പിടിക്കുന്നതാണ്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിട്ടു. പിന്നെ അടുക്കള ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കുപ്പി നിറച്ച് വെക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറ. ഒത്തിരി വലിയ പരിപാടിയൊന്നും അല്ല. മാമായും അമ്മായും ഇടമറകിലത്തെ പിന്നെ നമ്മുടെ ബെൻസിത്തയുടെ ഫാമിലി അത്രയും പേരാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉമ്മച്ചി വന്നപ്പോഴേക്കും ആ കൂടെ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഉമ്മച്ചി ഇപ്പോൾ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത്. പത്തിരി ഇറച്ചിയും അതുപോലെ തന്നെ എല്ലും കപ്പയും ഇത്ര സാധനങ്ങളാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാനാദ്യം അവർക്ക് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കാമെന്ന് ഓർത്ത് അവിടെ നിന്ന് ഫുള്ളൊന്ന് തൊലി പൊളിച്ച് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട്, അപ്പം അതിൻ്റെ ആ ഒരു നമുക്ക് ആ കണ്ണ് എരിയില്ലല്ലോ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ, അങ്ങനെ അതുകൊണ്ട് വന്ന് മുമ്പേസ്തിരുന്ന് ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ മസാലയൊക്കെ ആക്കിയിട്ട് ഇറച്ചി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വലിയ കുക്കറില്ല, അതായത് 10-ൻ്റെ കുക്കറില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള 2 കുക്കറിലും കുറച്ചായിട്ടാണ് കേട്ടോ ഇറച്ചി വെക്കുന്നത്. ഒരെണ്ണത്തിൽ കൊള്ളൂലായിരുന്നു. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മായിയും കൂടെ വന്നു. അങ്ങനെ മറ്റുമ്മച്ചിയും അതുപോലെ അമ്മായും കൂടിയിട്ട് കപ്പയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അമ്മായി വന്നപ്പോൾ അവിടെ നിന്ന് കുക്കർ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അതിൽ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ എല്ലാം ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് അടുത്ത കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടി. പിന്നെ ഒന്ന് താളിച്ചൊഴിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 2 കുക്കറിലായിട്ടാണ് വെച്ചതെന്നുള്ളത്. അങ്ങനെ 2ലും താളിച്ചൊഴിച്ച് അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പത്തിരി പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുവാണേ. അപ്പോൾ രാവിലെ ഒരു ടൗണിൽ പോയപ്പോൾ അത് പറഞ്ഞിട്ട് പോയി, വൈകുന്നേരം ആകുമ്പോൾ പോയി വാങ്ങിച്ചാൽ മതി. പിന്നെ കപ്പയൊന്ന് വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കത്തം തുറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറിയിട്ട് യാസിനൊക്കെ ഓതി ദുആ ചെയ്തു. പിന്നെ കപ്പ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലും കൂടി റെഡി ആയപ്പോഴേക്കും അതിലേക്ക് ഇട്ടിട്ട് 2ഉം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എന്തായാലും നല്ല അടിപൊളി എല്ലും കപ്പി ആയിട്ടുണ്ട്. നല്ല കുഴമ്പ് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴേക്കും ബെൻസിത്തായും വന്നു. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി ഒന്നുമില്ല, തണ്ണിമത്തങ്ങയും മാമ്പഴമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നമ്മൾ മുമ്പത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ചൂടും വെയിലൊക്കെ കാരണം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ ദിവസമൊക്കെ ഇങ്ങനെ തളർന്നു പോയിട്ടോ. അതായത് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, അമ്മാതിരി ചൂടാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പാടായിരിക്കും അല്ലേ. അപ്പോൾ ബാങ്ക് വിളിച്ചപ്പോൾ നോമ്പൊക്കെ തുറന്നു. അപ്പോഴേക്കും കുട്ടികൾ 3 നേരം നല്ല കളിയാട്ടോ. അവന്മാരുടെ പുറത്ത് കയറിയിട്ട് ആന കളിക്കുന്നതാണ് നിധിക്കുട്ടി. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മായും മാമായും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അളിയൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 9:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.